2025 നവംബർ മാസം 30-ാം തീയതി മുതൽക്ക് ഡിസംബർ 7 വരെയുള്ള ഒരാഴ്ചക്കാലത്തെ എല്ലാ രാശിക്കാർക്കും മേഷാദി 12 രാശികളിലും വരുന്നവരുടെ സാമാന്യ ഫലനിരൂപണം നടത്തുകയാണ്. ഗ്രഹസ്ഥിതി പറഞ്ഞാൽ സൂര്യനും കുജനും വൃശ്ചികത്തിലാണ്. ഡിസംബർ 6-ന് അത് കുജൻ ധനുവിലേക്ക് മാറും. ബുധൻ തുലാത്തിലാണ്. ഡിസംബർ 7-ന് വൃശ്ചികത്തിലേക്ക് മാറുന്നു. ശുക്രൻ വൃശ്ചികത്തിലാണ്. ഗുരു മിഥുനത്തിലും. ഡിസംബർ 5-ന് അത് കർക്കിടകത്തിലേക്ക് ഉച്ചത്തിലേക്ക് മാറും. ശനി മീനത്തിലും, രാഹു കുംഭത്തിലും, കേതു ചിങ്ങത്തിലുമാണ്. ആദ്യം നമുക്ക് മേടം രാശിക്കാരുടെ അശ്വതി ഭരണി കാർത്തിക കാല് ഈ നക്ഷത്രക്കാരാണ് മേടം കൂറ് എന്ന് പറയുന്നത്. റോമൻ അല്ലെങ്കിൽ യൂറോപ്യൻ സമ്പ്രദായത്തിൽ അതിന് ഏരീസ് അഥവാ ആട് എന്നാണ് അതിനർത്ഥം. മേടക്കൂറുകാർക്ക് അവരുടെ ജോലി സംബന്ധിച്ച് പറഞ്ഞാൽ ആഴ്ചയുടെ ആരംഭത്തിൽ കുറച്ച് സമ്മർദ്ദങ്ങൾ അവർക്ക് കൂടുതലുണ്ടാകും. മേധാവികളുമായിട്ട്, അതായത് അവരുടെ എംപ്ലോയേഴ്സുമായിട്ട് ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഡിസംബർ 6-ന് ശേഷം കുജൻ 9-ാം ഭാവത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഒരു പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കാം, അല്ലെങ്കിൽ പുതിയ അവസരങ്ങൾ ഉണ്ടായേക്കാം, പുതിയ ക്ലയൻസിനെ കിട്ടും. ഇങ്ങനെയൊക്കെയുള്ള അതാണ് അവരുടെ ജോലി സംബന്ധിച്ച് പറയുന്നത്. യാത്രകൾക്കും അനുകൂലമായിട്ടുള്ള ഒരാഴ്ചയാണ് മേടക്കൂറുകാർക്ക്. ധനഭാവം സംബന്ധിച്ച് പറഞ്ഞാൽ 8-ാം ഭാവത്തിലെ ആണ് സൂര്യനും ശുക്രനും. അതുകൊണ്ട് അധിക ചിലവുകൾ ഉണ്ടാകുന്നൊരു കാലമാണ്. ഡിസംബർ 6-ന് ശേഷം 7 കാലങ്ങളിൽ പണം വരവുണ്ടാവും. അത് പക്ഷേ ചിലവ് ചെയ്യാൻ പാടില്ല, അത് സൂക്ഷിച്ച് വെക്കണം. ചിലവ് ചെയ്താൽ അത് നഷ്ടത്തിലേക്ക് ലാശിക്കും. ഡിസംബർ 5-ന് ഗുരു 4-ാം ഭാവത്തിലേക്ക് വരുമ്പോൾ അത് ഇൻവെസ്റ്റ്മെൻറ്റ് സാധ്യതകളൊക്കെ ഉണ്ടാകും. അതുപോലെ വീട്, ഭൂമി, അതുപോലെ വാഹനം മുതലായവ വാങ്ങിക്കാനും ഇവർക്ക് ആഴ്ചയുടെ അവസാന കാലത്ത് അനുകൂലമാണ്. ആരോഗ്യ സംബന്ധമായിട്ട് പറഞ്ഞാൽ ചില രോഗങ്ങൾ, അസിഡിറ്റി ഉണ്ടാകുക, അജീർണം മുതലായിട്ടുള്ളത്, രക്തസമ്മർദ്ദം, അതിൻ്റെ വ്യതിയാനങ്ങളെ കൊണ്ടുള്ള രോഗങ്ങൾ ഉണ്ടാകും. അത് ഡിസംബർ 6-ന് ശേഷം അത് കുറച്ച് ഭേദമാകും, അനുകൂലമാകും എന്നുള്ളതാണ്. കുടുംബപരമായിട്ട് ആദ്യത്തെ പകുതിയിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ കുടുംബപരമായിട്ടുണ്ടാകും. എന്നാൽ 5-ന് ശേഷം, ഡിസംബർ 5-ന് ശേഷം അത് ബന്ധം ഒക്കെ മെച്ചപ്പെടും. ഇതിന് ഇവർക്ക് പരിഹാരമായിട്ട് പറയാവുന്നത് ചൊവ്വാഴ്ചകളിൽ ഹനുമാൻ ചാലിസ ജപിക്കുക, അതുപോലെ ചുവന്ന പൂക്കളെ കൊണ്ടുള്ള അർച്ചന, സുബ്രഹ്മണ്യൻ്റെ ക്ഷേത്രത്തിലോ ദുർഗാക്ഷേത്രത്തിലോ കർപ്പൂരം സമർപ്പിക്കുക, പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള വഴിപാട് ചെയ്യുക. ഇതൊക്കെയാണ് ഇവർക്ക് പറയാവുന്ന ചില പരിഹാരങ്ങൾ.